എന്നിട്ട് പറയാം പാണക്കാട് തങ്ങന്മാർക്ക് എതിരാണ്, മുസ്ലിം ലീഗിനെതിരാണ്. ആരോടാണ് ഇത് പറയുന്നത്? ഒരു കളവ് 100 വട്ടം പറഞ്ഞാൽ സത്യമെന്നാണ് ഗീബൽസിന്റെ തന്ത്രമുണ്ട്. പണ്ടൊരാൾ മാർക്കറ്റിൽ നിന്ന് കള്ളന്മാരൊന്നും മോഷ്ടിക്കാൻ തരപ്പെടാൻ നടക്കും. മാർക്കറ്റിൽ 2-3-5 കള്ളന്മാർ ഒരു ഐഡിയ ഉണ്ടാക്കി. നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ കൂടിയാർക്ക് നടത്തി. ഒരാൾ ഒരു ആടിനെ വാങ്ങി മാർക്കറ്റിൽ നിന്ന് പോകാൻ മാർക്കറ്റിൽ ആട് വാങ്ങുന്ന സ്ഥലത്തങ്ങ് നിന്നു. ഇയാൾ ഏകദേശം പാകപ്പെടുന്നു കണ്ടു. ഇവർ വേഗം പിരിഞ്ഞുപോയി. ഇയാളെ റൂട്ട് അവർക്കറിയാം. അങ്ങനെ വഴിയിൽ പല ഭാഗത്തു നിന്നു. ആചാര്യ ആടിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് കള്ളൻ ചോദിച്ചു, അസ്സലാമു അലൈക്കും ആചാര്യ, വഴിയിൽ നിൽക്കല്ലേ, എന്താ വിശേഷങ്ങൾ? ഒന്നുമില്ല വിശേഷം. എന്താ പിന്നെ? അല്ല എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ? ഇല്ല. പിന്നെന്തേ? അല്ല ഒന്നുമല്ല, നിങ്ങൾ എന്താ പട്ടിനെ വാങ്ങിക്കൊണ്ടുപോണ്? അതുകൊണ്ട് ചോദിച്ചാണ്. പട്ടിയോ? അനാവശ്യം പറയുന്നത് നിങ്ങൾ കുറച്ച് ചീത്ത പറഞ്ഞു. ഇത് ആടല്ല, എപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുള്ള സാധനമാണ്. കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ വേറെ കള്ളൻ. ഇത് കള്ളനെന്നറിയില്ലോ. അസ്സലാമു അലൈക്കും, എന്താ ചില വിശേഷങ്ങൾ? എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ? അതെന്താ ചോദിക്കടാ? അല്ല പട്ടിനെ കൊണ്ടുപോകണ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, എവിടെ പട്ടിനെ കിട്ടിയത്? ഇയാളും കുറച്ച് ചീത്ത പറഞ്ഞു. അടുത്ത 3-ാമത്തെ സ്ഥലത്ത് വെച്ചോളം ചോദ്യം ഇതന്നെയാണ്, എവിടുന്നാണ് നിങ്ങൾ ഈ പട്ടിനെ കൊണ്ടുപോകുന്നത്? അയാളും കുറച്ച് ചൂടെ കട്ടി കുറഞ്ഞു. 4-ാമത്തെ കള്ളനും ഇതന്നെ ചോദിച്ചപ്പോൾ ഇയാൾ മനസ്സിലാക്കി, എനിക്ക് തെറ്റ് പറ്റിയതാക്കും, ഇത് ആടാവില്ല, ഇത് പട്ടി തന്നെ ആയിരിക്കും. മൂപ്പര പട്ടിനെ വിട്ട് ആടിനെ വിട്ട് മൂപ്പരോട് പോയി. കള്ളന്മാരെ ആടിനെ പിടിച്ച് പോയിട്ട് തൽക്കാലം അന്നൊക്കെയുള്ള കാശ് ഒപ്പിച്ചു. ഈ പരിപാടി നടക്കുന്നത്. സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്ത് നേതൃസ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ കീഴടങ്ങളിലിരിക്കുന്ന ആരാണ് പാണക്കാട് സാദാത്തുമാരെ എതിർത്തത്? അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിൽ സുപ്രഭാതം എതിർത്ത. സുപ്രഭാതത്തിൽ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഒരു വരി വേണ്ട, 1/2 വരി എഴുതിയതുണ്ടെങ്കിൽ 10 വർഷമായി തെളിയിക്കൂ. ഇത് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്ഥാപിച്ചതാണ് ഈ പത്രം. എനിക്കറിയാം, ഞാൻ അനുഭവസ്ഥന തുടക്കത്തിലുള്ള ആളാണ്. ഇതിന്റെ പ്രഥമ ഫണ്ട് ഈ പത്രം വളരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർ പരപ്പനങ്ങാടി നടന്ന മുഅല്ലിം നേതൃസംഗമത്തിൽ വെച്ച് ആ സംഗമത്തിൽ വെച്ച് അതിന്റെ പ്രഥമ ഫണ്ട് സാധന പാണക്കാട് ഫണ്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഉദ്ഘാടനം ചെയ്യലാണ്. ഇത് തങ്ങൾ പറഞ്ഞു, ഞാൻ തരാം തുടക്കത്തിലുള്ള ഫണ്ട്, തങ്ങളെ ഫണ്ട് തന്നിട്ട് പറക്കത്തിലുള്ള തുടക്കാണ് ആ തുടക്കം. ആ പത്രം വളരാതിരിക്കുമോ? അതാണ് പാണക്കാട് തങ്ങന്മാരും സമസ്ത പത്രം തമ്മിലുള്ള ബന്ധം. ഇതിങ്ങനെ നിരന്തരം പ്രചരിപ്പിക്കാം. ആരാണ് പാണക്കാട് തങ്ങന്മാരെ എതിർത്തത്? ആരാണ് മുസ്ലിം ലീഗിനെ എതിർത്തത്? നമ്മുടെ നാട്ടിലൊക്കെ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗാരല്ലേ? ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മുസ്ലിം ലീഗാരല്ലേ? ഈ സ്റ്റേജിലിരിക്കുന്ന ആൾ മുസ്ലിം ലീഗാരല്ലേ? ആരാണ് മുസ്ലിം ലീഗിനെ എതിർക്കുന്നത്? മുസ്ലിം ലീഗ് നേട്ടങ്ങൾ ആരാണ് അറിയാത്തവർ? ആരാ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത അധികം ആളുകൾ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക രംഗത്തെ ഭാരവാഹികളല്ലേ? ആർക്കും നിഷേധിക്കാൻ സാധിക്കുക? ഇത് ലീഗ് വിരുദ്ധരാണ്. ലീഗ് നിരന്തരം നുണ പറഞ്ഞ് സത്യമാക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാണക്കാട് സാദാത്തുക്കളെ പൂ പോലെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. പാണക്കാട് പൂക്കോയത്തങ്ങൾ തൊട്ട് ഓരോ സാദാത്തുക്കളും നമ്മുടെ നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്തൊരു ബന്ധമായിരുന്നു! ഊഷ്മളമായ ബന്ധം. ഞാൻ സൂചിപ്പിച്ച SKSF ഉണ്ടാക്കുന്നതിൽ അതിന് പിൽക്കാലത്ത് രൂപീകരിച്ച് അതിന് ദീർഘകാലത്ത് നേതൃത്വം ഇന്നും അതിന് നേതൃത്വം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർ. അള്ളാഹു മഹാനവർക്ക് ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത്. അവരോട് ചെന്ന് ചോദിച്ചു നോക്കി, അവർ പാണക്കാട് തങ്ങന്മാർക്ക് എതിരാണോ SKSF? സുപ്രഭാതം എതിരാന്ന് ചോദിച്ചു. സുപ്രഭാതത്തിന്റെ ട്രഷററാണ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. ചില ആളുകൾക്ക് സുപ്രഭാതത്തിന് എതിരായി കുറെ കത്ത് കൊടുത്തു. ഹമീദ് അലി ശിഹാബ് തങ്ങൾ കൺവീനറായി സമിതി വന്ന് പരിശോധിക്കാറുന്നു. ആ സമിതി ഇരുന്നു, തങ്ങളിരുന്ന് ഓരോന്ന് വായിച്ചൊക്കെ ഒന്നും കഴിവില്ല. തങ്ങളൊന്നും തന്നെ നമുക്ക് അവസാനിപ്പിച്ച് പോകല്ലോ, പിരിഞ്ഞു പോയി. ഇപ്പൊ 1 മാസം നടന്ന സംഭവം അത്. അവരൊക്കെ സമസ്തന്റെ കൂടെ ഉള്ളത്, പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത്തരം തെറ്റിദ്ധാരണകളൊന്നും നടത്തിയാലും 100 കളവുകൾ ഒരുമിച്ച് പറഞ്ഞാലും ശരി, നമുക്കൊരു ദൃഢനിശ്ചയമാണ്, സുന്നത്ത് ജമാഅത്താണ് സത്യം. അത് ഔലിയാക്കളെയും മഹാത്മാക്കളെയും ആ ജീവിത രീതി കണ്ടാൽ മതി. നമുക്ക് ഖുർആനും ഹദീസൊന്നും കാണണ്ട. അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ട ആൾക്കാരാണ് നമ്മൾ. ദൂരെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകണ്ട. അമ്മാതിരി ആളുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആൾ. അവരാണ് സമസ്തന്റെ ആളുകൾ. അവർ വഴിതെറ്റിപ്പോയാൽ നമ്മൾ അംഗീകരിക്കൂല. ദീനിൽ ഉറച്ചു നിൽക്കണം. ദീന്റെ യഥാർത്ഥ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. അത് നിലനിർത്താൻ കഠിനയത്നം നടത്തണം. അത് ഹദീസിലുള്ളതാണ്. നമ്മുടെ ഉറച്ചു നിൽക്കണം. ഒരു വിഭാഗം ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അല്ലാഹിൽ ഹഖ്, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം സത്യത്തിൽ ഉറച്ചു നിൽക്കും, കണിശമായ നിലപാടുമായി മുന്നോട്ട് പോകും. ലാ യദുർറുഹും മൻ ഖാലഫഹും, അവർ എതിർക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ ആ എതിർപ്പ് അവരുടെ കൂട്ടത്തിൽ വിലപ്പോകില്ലെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം